ആ വെയിറ്റ് ബാഗിൽ ബാറ്ററി ഉണ്ട്. ബാഗ് ഞാനെടുത്തോളാം. ഈ അമ്പർല കിറ്റ് എടുത്തോ. ശരി ഏട്ടാ. ഞാൻ ഈ ഡമ്മിയിൽ അല്പം സ്പ്രേ അടിച്ചിട്ടുണ്ട്. പക്ഷേ അത് വെറും സുഗന്ധമുള്ള ബോഡി സ്പ്രേ അല്ല, പകരം സൾഫർ സ്പ്രേയാ. നീ കണ്ടില്ലേ നിന്ന് കത്തുന്നത്? ഹൈലി ഇൻഫ്ലൈമബിൾ. എക്സാക്ട്ലി. പക്ഷെ ഇത് നൈറ്റ് ആണ്. ഫോട്ടോസ് റെഫറൻസിന് ഞാൻ അയച്ചു തരാം. പക്ഷെ അതുപോലത്തെ സെറ്റപ്പ് വേണം അറേഞ്ച് ചെയ്യാൻ. ബാക്കി എല്ലാം ഇവിടെ റെഡിയാണ്. യെസ്. ഓക്കെ മാഡം. യെസ്. ഫോട്ടോഷൂട്ടിന് മാഡം ഓർഡർ ചെയ്ത സ്പെഷ്യൽ കോസ്റ്റ്യൂംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എവിടെ വെക്കണമെന്ന് ചോദിച്ചു. രവിവർമ്മൻ സാറിന്റെ ഡ്രസ് എല്ലാം സാറിന്റെ റൂമിൽ തന്നെ വെക്കണം. ശ്രീലക്ഷ്മിയുടേത് ഗസ്റ്റ് റൂമിലും. മനസ്സിലായോ? ശരി മാഡം. സുകന്യ. യെസ് മാഡം. മേക്കപ്പിന്റെ സെറ്റപ്പ് ചെയ്തോളൂ. ശ്രീലക്ഷ്മി മാഡം ഇപ്പൊ എത്തും. ശരി മാഡം. ഹലോ. ഓക്കെ. ഹായ് ശ്രീലക്ഷ്മി മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. എന്താ ലേറ്റ് ആയത്? ഈ വണ്ടി ഏതും താമസിച്ചോ? വരുന്ന വഴി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു സർ. ഓക്കെ, നോ പ്രോബ്ലം. കമോൺ മാഡം. ശ്രീലക്ഷ്മി ഗുഡ് മോർണിംഗ്. തനെന്താ താമസിച്ചത്? വെയിറ്റിംഗ് ഫോർ യു. അതിന്റെയൊക്കെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞതാണ് സാർ. സാറിന്റെ ഈ വരവ് കണ്ടപ്പോ പേടിച്ചു പോയത്. സാറിന്റെ ശ്രീലക്ഷ്മി മാഡത്തിനെ കണ്ടപ്പോ മുകളിൽ നിന്ന് ഓടി വന്നതാണ്. ഏതായാലും സ്റ്റെയർ കേസ് വഴി വന്നത് നന്നായി. ബാൽക്കണി നിരത്ത് ചാടിയിരുന്നെങ്കിലേ ഇപ്പൊ കാലൊടിഞ്ഞാന്. ഓ മൈ ഗോഡ്, വാട്ട് എ ഫാന്റാസ്റ്റിക് ജോബ്. ശ്രീലക്ഷ്മി ഒന്ന് ചിരിച്ചു കൊടുത്തേക്ക്. ഓ പാവം ഒരുപാട് കഷ്ടപ്പെട്ടൊരു തമാശ പറഞ്ഞല്ലേ. തമാശയൊന്നും അല്ല സാർ. സാറിന്റെ ആവേശം കണ്ട ബാൽക്കണിന്ന് എടുത്ത് ചാടാൻ മടിക്കില്ലെന്ന് എനിക്ക് തോന്നിയത്. എന്തായാലും മാഡത്തെ വിളിച്ചോണ്ട് അകത്തോട്ട് പൊയ്ക്കോളൂ സാർ. എനിക്ക് വേറെ അല്പം പണി കൂടിയുണ്ട്. ഓ സന്തോഷം, ഞങ്ങൾ വെറുതെ വിട്ടല്ലോ. പ്ലീസ്.
എങ്ങനെയാണ് നമ്മുടെ പ്ലാൻ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ആ രവിവർമ്മ ഇടാൻ പോകുന്ന ഡ്രസ്സിൽ GD ഞാനും കെമിക്കൽ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ദേ, നീ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോ ഫ്ലാഷ് ലൈറ്റിലെ പ്രകാശരശ്മിയുടെ ശക്തിയിൽ ആ കെമിക്കൽ കത്തി രവിവർമ്മൻ ക്ലോസ്. ഈ തെങ്ങൊക്കെ ഇടിമിന്നലേറ്റ് കത്തില്ലേ, അതുപോലെ തന്നെ. പ്ലാനൊക്കെ ഓക്കെ, പക്ഷെ ഇത് കഴിഞ്ഞ് നമ്മളെങ്ങനെ രക്ഷപ്പെടും? അതല്ലേ റിസ്ക്. എന്ത് റിസ്ക്? നമുക്കിതിൽ പങ്കുന്ന ആർക്കും മനസ്സിലാവില്ലല്ലോ. മാത്രമല്ല, കോസ്റ്റ്യൂം കത്തുമ്പോ എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയും. ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാം. പക്ഷെ അതിന് ഈ ഡിസ്റ്റൻസ് മതിയാവോ? ഏതിന്? എന്ത് ഡിസ്റ്റൻസ്? അതെ, ഈ ഡിസ്റ്റൻസിൽ ഈ പൊസിഷനിൽ ക്യാമറ വെച്ചാൽ പിക്ചർ ക്വാളിറ്റി സൂപ്പറായിരിക്കും. ഗുഡ് സജഷൻ. അത് കൊള്ളാം. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണോ വെഡിങ് പ്ലാനർ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കുന്നത്? അതല്ല സർ, ഞാൻ ജസ്റ്റ് അവിടെ നമ്മൾ ഇലൂമിനേഷൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് മുഴുവൻ കവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ക്യാമറ തരൂ, ഞാൻ നോക്കട്ടെ. സൂപ്പർ. ഡബിൾ ഓക്കെ. കോസ്റ്റ്യൂം അടിപൊളി. വാവ് ശ്രീലക്ഷ്മി, സൂപ്പർ. രേഖ, ശ്രീലക്ഷ്മി നമ്മൾ ഇത്രയും നാൾ കാണുന്നത് പോലെയല്ല, നല്ല ഭംഗിയുണ്ടല്ലേ? അതെ അതെ, ഞാനും അത് തന്നെ പറയാൻ തുടങ്ങിയ. കോസ്റ്റ്യൂംസും ജ്വല്ലറിയും നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. ഞാൻ മദറിലോയെ വിളിക്കാം. മദറിലോ ഇല്ലേ ഇവിടെ? മദറിലോ, ദേ ഭാവി മരുമകളെ നോക്കി എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾ കൊണ്ടുവന്ന പെൺകുട്ടിയുടെ ജാതകപ്രകാരം ആ വിവാഹം നടന്നാൽ അത് നിങ്ങളുടെ മകന്റെ ജീവന് തന്നെ ആപത്താണെന്നാണ് ഞാൻ ഗണിച്ചപ്പോ കണ്ടെത്തിയത്. സ്വന്തം ജീവിതത്തിലേക്ക് വന്ന രവിയെ ഒറ്റയ്ക്കാക്കിയിട്ട് രാജനന്ദിനി പെട്ടെന്ന് പോയി. ഇപ്പോ ശ്രീലക്ഷ്മി രാജനന്ദിനിയായി മാറി വീണ്ടും രവിയുടെ ജീവിതത്തിലേക്ക് വന്നതായിരിക്കുമോ അന്ന് രാജനന്ദിനിക്ക് സംഭവിച്ചത്? ഇപ്പോ രവിക്കായിരിക്കോ സംഭവിക്കാൻ പോകുന്നത്? ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് രവിയുടെ വിവാഹം നടന്നാൽ രവിയുടെ ജീവൻ ആപത്താണെന്ന് ജ്യോത്സ്യം പറഞ്ഞത്. സർ, നിങ്ങൾ റെഡിയാണെങ്കിൽ വി വിൽ ഗോ ഫോർ ദ ഷൂട്ട്. ഇത്ര പെട്ടെന്നോ? ബെസ്റ്റ് ആയിപ്പോയി. അതെ, നിങ്ങൾ ശരിക്കും വെഡിംഗ് പ്ലാനർ തന്നെയാണോ അതോ വെറും സ്റ്റിൽ ഫോട്ടോഗ്രാഫറോ? വന്ന ഉടനെ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഫോട്ടോ എടുക്കല്ല വേണ്ടത്. പേഴ്സൺ എന്തെങ്കിലും രസകരമായ ടാസ്ക് കൊടുക്കണം. എന്നിട്ട് ആ ലവ്ലി മൊമെന്റ്സിനെ വേണം ക്യാപ്ചർ ചെയ്യാൻ. അപ്പൊ നല്ല രസമായിരിക്കും. ഫോട്ടോസിനും നല്ലൊരു ലൈഫ് ഫീൽ ചെയ്യും. അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് മാഡം. എന്ത് ടാസ്ക് ആണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ പ്ലാനൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് ഞാനാ. ഓക്കെ?
ഗോപി, മാഡം ഞാൻ പറഞ്ഞിരുന്ന സാധനം കൊണ്ടുവാ. ഇപ്പൊ കൊണ്ടുവരാം മാഡം. വെറുതെ നോൺസെൻസ് പറയല്ലേ. അല്ല മാം, ഞാൻ ഉദ്ദേശിച്ചത് നോ, തൽക്കാലം ആരും അഭിപ്രായം ഒന്നും പറയണ്ട. നമ്മൾ അല്പം മാറി നിന്നാ ഇവരുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാം. പ്ലീസ് അങ്ങോട്ട് മാറി നിൽക്കണം. മിസ്റ്റർ മോഹൻരാജ് തുടങ്ങിക്കോളൂ. Now you can take the pictures. ഓക്കെ മാഡം, താങ്ക്സ്. വാ. മാഡം, സാറിനോട് അല്പം ചേർന്ന് നിന്നിട്ട് രണ്ടാളും കൂടെ ഒരു കൈ കൊണ്ട് ഒരു ലവ് സിമ്പിൾ ഫോം ചെയ്യണം. ഏയ് അങ്ങനത്തെ പിക്ചേഴ്സ് ഒന്നും വേണ്ട, നോർമൽ പിക്ചേഴ്സ് മതി. അയ്യോ, അങ്ങനെ പറയല്ലേ എന്റെ ബ്രദറിലോ. ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ട് നിക്ക്. പാവം ശ്രീലക്ഷ്മിക്ക് വേണ്ടിയെങ്കിലും പ്ലീസ് പ്ലീസ് ബ്രദറിലോ, ശ്രീലക്ഷ്മിക്ക് വേണ്ടിയെങ്കിലും ഇത് സമ്മതിക്കണം. ഓക്കെ, താങ്ക് യു ബ്രദറിലോ. ശ്രീലക്ഷ്മി പ്ലീസ്. ഓക്കെ സർ, കുറച്ചുകൂടി സ്ട്രൈറ്റ്. അല്പം ലെഫ്റ്റ്. റെഡിയല്ലേ? റെഡി സർ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്ത് പറ്റി റേഖ? ബ്രദറിലോയുടെ ഡ്രസ്സിന് എന്തോ കളർ പറ്റിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്. ഇത് ശ്രീലക്ഷ്മിയുടെ ലിപ്സ്റ്റിക് ആണല്ലോ. ഇനി ഈ കോസ്റ്റ്യൂം മാറ്റണമല്ലോ. ഓക്കെ ടൈ, ഗോ ആൻഡ് ചേഞ്ച്. സാരമില്ല സർ, ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ഇറ്റ്സ് ഓക്കെ. നോ, ഇറ്റ്സ് നോട്ട് ഓക്കെ. ദേവിവർമ്മ, നീ എത്ര തവണ എന്റെ കൈകളിൽ നിന്ന് വഴുതിപ്പോയാലും ഞാൻ വീണ്ടും വീണ്ടും നിനക്ക് വേണ്ടി വല വിരിച്ചുകൊണ്ടേയിരിക്കും. നീ അതിൽ കിടന്ന് പിടയുന്നതെനിക്ക് കാണണം. കണ്ടാലേ എന്റെ കലി അടങ്ങും.
ശ്രീലക്ഷ്മിയുടെ രൂപവും പ്രവൃത്തികളും രാജനന്ദിനെ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണല്ലോ. എന്തേത് എനിക്ക് ഇങ്ങനെ തോന്നാൻ? വേണ്ട രവി, ഓരോ നോക്കിലും വാക്കിലും ഭൂതകാലത്തിലേക്ക് വീണുപോയ നിനക്ക് പിന്നെ ദുഃഖിക്കാൻ സമയം കാണും. ഇത് അത്തരമൊരു സന്ദർഭമല്ല. ജസ്റ്റ് ലീവ് ഇറ്റ്, റിലാക്സ്. സർ, എനിക്ക് അഡ്രസ് ചേരുന്നുണ്ടോ? എന്ത് തോന്നുന്നു സാറിന്? എന്താ സാറൊന്നും പറയാത്തത്? ചേരുന്നില്ലേ? എനിക്ക് മാറ്റാൻ വേണ്ടിട്ടാ. എന്തൊക്കെ സർ ഒരു പക്ഷേ? തനിക്കെന്റെ ആദ്യത്തെ വിവാഹത്തെക്കുറിച്ചും രാജനന്ദിനെ കുറിച്ചും അറിയാലോ. എല്ലാം ഞാൻ തന്നോട് തുറന്നു പറഞ്ഞിട്ടുള്ളതുമാണ്. അറിയാം സർ, പക്ഷേ ഇപ്പൊ എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നത്? എന്തു പറ്റി സാറിന്? ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ താൻ ഒരുങ്ങി വന്നപ്പോൾ പ്രവൃത്തിയും സംസാരവും നോട്ടങ്ങളിൽ പോലും എന്നെ ഓർമ്മപ്പെടുത്തിയത് രാജനന്ദിനിയാണ്. അവളെ എന്നോടൊപ്പം എങ്ങനെയായിരുന്നു അതേപോലെ താൻ അവളെ അനുകരിക്കുകയാണോ എന്ന് പോലും തോന്നിപ്പോകുന്നു എനിക്ക്. ആക്ച്വലി ഞാനാകെ കൺഫ്യൂസ്ഡ് ആണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സുലക്ഷ്മി. യാഥാർത്ഥ്യം എന്തോ ആവട്ടെ, സാറ് വിശ്വസിക്കുന്നുണ്ടോ ഞാനും രാജനന്ദിനി മാഡം തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന്? മനസ്സിലാവുന്നു സർ. സർ, ഞാൻ നേരത്തെ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോ എങ്ങനെ ഒരുങ്ങിയാൽ സാറിന് ഇഷ്ടപ്പെടും എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പോഴാ അബദ്ധത്തിൽ ഒരു വള കയ്യിൽ നിന്ന് തെന്നി ഉരുണ്ട ചെന്ന് വീണത്. ദേ ആ മുറിയുടെ മുന്നിൽ. എന്ത് സംഭവിച്ചെന്നറിയില്ല. പിന്നീട് അവളെ സ്പർശിച്ചെടുത്ത നിമിഷത്തിൽ എന്തോ ഒരു രൂപം എന്റെ മനസ്സിലേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നി. മനസ്സിൽ വന്ന ആ രൂപത്തെ പോലെ ഒരുങ്ങിയാൽ സാറിന് ഇഷ്ടാവും എന്ന് എനിക്ക് തോന്നി. പക്ഷേ അത് രാജനന്ദിനി മാഡത്തിനെ പോലെ ആവും സാറിന് തോന്നാന്ന് ഞാൻ വിചാരിച്ചില്ല. ശരിക്കും ഞാൻ രാജനന്ദിനി മാഡത്തിനെ പോലെ ആണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ് സർ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് രാജനന്ദിനി മാഡത്തെ.
ശ്രീലക്ഷ്മി. അതെ സർ. സാർ വിവാഹം കഴിച്ച ആളാണെന്ന് അറിഞ്ഞപ്പോ ആദ്യം എനിക്ക് വല്ലാതെ വിഷമം തോന്നി. പഴയ വീട്ടിൽ നിന്നും അന്ന് ഞാൻ ഇറങ്ങി ഓടിപ്പോയത് സാറിന് ഓർമ്മ കാണും.